നമസ്കാരം. ഞാൻ ശാന്തി സനു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് ഒരു ഹോം സ്റ്റേ ഉണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ലോൺ എടുത്തിട്ടുണ്ടോ? വീടിന്റെ ഒരു ഭാഗം മാറ്റി ഹോം സ്റ്റേ ആക്കിയിട്ടുണ്ടോ? കുടുംബത്തിന്റെ സമ്പാദ്യം ചെലവഴിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇന്ന് ബുക്കിംഗ് കലണ്ടർ തുറന്ന് നോക്കുമ്പോൾ ചില ദിവസങ്ങൾ ഫുൾ എംപ്റ്റി. ചില ആഴ്ചകൾ എൻക്വയറീസ് പോലുമില്ല. അപ്പോൾ മനസ്സിൽ വരും, എന്റെ പ്രശ്നം എന്താണ്? എന്റെ ഹോം സ്റ്റേ നല്ലതല്ലേ? ലൊക്കേഷൻ മോശമാണോ? ടൂറിസ്റ്റ് വരുന്നില്ലേ? സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം കേരളത്തിൽ ഒരുപാട് ഹോം സ്റ്റേ ഓണേഴ്സും ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ കാരണം നല്ല പ്രോപ്പർട്ടീസ് പോലും ബുക്കിംഗ് ഇല്ലാതെ കിടക്കുന്നു. പക്ഷേ സന്തോഷകരമായ വാർത്ത എന്താണെന്നറിയാമോ? ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹോം സ്റ്റേയിൽ ബുക്കിംഗ് വരാത്തതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. പല ഹോം സ്റ്റേ ഓണേഴ്സും പറയുന്ന ആദ്യ കാര്യം എന്താണ്? എന്റെ ലൊക്കേഷൻ അത്ര നല്ലതല്ല, എന്റെ ഹോം സ്റ്റേ മെയിൻ ടൗണിലല്ല, ടൂറിസ്റ്റ് സ്പോട്ടിനടുത്തല്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കൂ. മൂന്നാറിൽ ആയിരക്കണക്കിന് ഹോം സ്റ്റേസ് ഉണ്ട്, വാഗമണിലുണ്ട്, വയനാട്ടിലുണ്ട്, വർക്കലയിലുണ്ട്. അതിലെല്ലാം ഫുൾ ബുക്കിംഗ് ആണോ? അല്ല. ചിലത് ഫുൾ ബുക്കിംഗ് ഉണ്ടാവും, ചിലത് എം ടി ആയിട്ട് കിടക്കും. ലൊക്കേഷൻ ഒരുപോലെയല്ലേ? അപ്പോൾ പ്രശ്നം ലൊക്കേഷൻ അല്ല, പ്രശ്നം വിസിബിലിറ്റി ആണ്. ഇന്ന് ഗസ്റ്റ് ആദ്യം നിങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് വരുന്നില്ല, ഗൂഗിളിലേക്കാണ് ആദ്യം അവർ പോകുന്നത്. എയർ ബി എൻ ബിയിലേക്കാണ് അവർ പോകുന്നത്, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നു, ഫേസ്ബുക്കിലേക്ക് പോകുന്നു. അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഹോം സ്റ്റേ അവിടെ കണ്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഹോം സ്റ്റേ അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അതാണ് സത്യം. ഒരു ഗസ്റ്റ് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കുടുംബം മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് കരുതൂ. അവർ എന്താണ് അവിടെ ചെയ്യുന്നത്? ഗൂഗിൾ തുറക്കും, മൂന്നാർ ഹോം സ്റ്റേ എന്നവിടെ സെർച്ച് ചെയ്യും. അപ്പോൾ 20-30 ഓപ്ഷൻസ് ഒക്കെ അവിടെ വരും. അപ്പോൾ അവർ എല്ലാ ഹോം സ്റ്റേയും സന്ദർശിക്കുമോ? ഇല്ല. ഫോട്ടോസ് നോക്കും, റിവ്യൂസ് നോക്കും, പ്രൈസ് നോക്കും, ട്രസ്റ്റും നോക്കും. അവിടെ വെച്ചാണ് ആദ്യ തീരുമാനം അവർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മത്സരക്കാരൻ അടുത്ത ഹോം സ്റ്റേ അല്ല, ഗസ്റ്റിന്റെ മൊബൈൽ സ്ക്രീനാണ്. അവിടെ ജയിക്കണം. ബുക്കിംഗ് വരുന്നത് ഭാഗ്യം കൊണ്ടല്ല, സിസ്റ്റം കൊണ്ടാണ്. ഇന്ന് ഒരു ഗസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ റീല് കാണുന്നു, നാളെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നു, മറ്റന്നാൾ ഗൂഗിൾ റിവ്യൂ വായിക്കുന്നു, പിന്നീട് വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു, അതിനുശേഷം ബുക്കിംഗ് ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ ജേണി. പക്ഷേ പല ഹോം സ്റ്റേ ഓണേഴ്സും എന്താണ് ചെയ്യുന്നത്? ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ 20 ദിവസം സൈലൻസ് ആയിരിക്കും, വീണ്ടും ഒരു ഫോട്ടോ ഇടും. ഇങ്ങനെ ചെയ്താൽ ബുക്കിംഗ് വരില്ല. കാരണം ട്രസ്റ്റ് ബിൽഡ് ആകുന്നില്ല. ഇപ്പോൾ റൂം എം ടി ആകുന്നതിന്റെ 3 പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫോട്ടോ ആണ് ആദ്യം വിറ്റു പോകുന്നത്, റൂം അല്ല. നിങ്ങളുടെ റൂം 5 സ്റ്റാർ ആയാലും ഫോട്ടോ മോശമാണെങ്കിൽ ഗസ്റ്റ് സ്കിപ്പ് ചെയ്യും. റീസൺ 2, റിവ്യൂസ് ഇല്ല. ഗസ്റ്റ് ആദ്യം ചോദിക്കുന്നത്, ഇവിടെ മുമ്പ് ആരെങ്കിലും താമസിച്ചിട്ടുണ്ടോ? റിവ്യൂസ് ആണ് ട്രസ്റ്റ്. റീസൺ 3, വിസിബിലിറ്റി ഇല്ല. ഗൂഗിൾ ബിസിനസ് ഇല്ല, എയർ ബി എൻ ബി ഇല്ല, ഫേസ്ബുക്ക് ആക്റ്റീവ് അല്ല, ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് അല്ല, ഗസ്റ്റ് നിങ്ങളെ കണ്ടെത്തുന്നുമില്ല. ഒരു കവർ ഫോട്ടോ മാത്രം ബുക്കിംഗ് കുറയ്ക്കാം. അതെ, ഒരു ഫോട്ടോ മാത്രം മതി. കാരണം ആദ്യ 3 സെക്കൻഡിൽ ഗസ്റ്റ് തീരുമാനമെടുക്കുന്നു. നിങ്ങളുടെ കവർ ഫോട്ടോ എങ്ങനെയാണ്? ഡാർക്ക് ആണോ? ലോ ക്വാളിറ്റി ഉള്ളതാണോ? റാൻഡം ബിൽഡിംഗ് ഫോട്ടോയാണോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റണം. ഗസ്റ്റ് കാണുമ്പോൾ പറയണം, വാവ്, ഇവിടെ പോകണം. അതാണ് നല്ല കവർ ഫോട്ടോ. 90% ഹോം സ്റ്റേ ഓണേഴ്സും ചെയ്യുന്ന വലിയ തെറ്റാണ് കൺസിസ്റ്റൻസി ഇല്ല. മാർക്കറ്റിംഗ് ഒരു ഇവന്റ് അല്ല, മാർക്കറ്റിംഗ് ഒരു സിസ്റ്റമാണ്. ആഴ്ചയിൽ 7 കണ്ടന്റ് ഐഡിയാസ് നിങ്ങൾ ചെയ്യണം. മൺഡേ പ്രോപ്പർട്ടി ടൂറ്, ട്യൂസ്ഡേ ഗസ്റ്റ് റിവ്യൂസ്, വെനസ്ഡേ നിയർ ബൈ അട്രാക്ഷൻസ്, തേഴ്സ്ഡേ റൂം ടൂറ്, ഫ്രൈഡേ ഓണർ സ്റ്റോറി, സാറ്റർഡേ ഗസ്റ്റ് എക്സ്പീരിയൻസ്, സൺഡേ ഓഫർ. ഇങ്ങനെ ചെയ്താൽ ആളുകൾ നിങ്ങളെ ഓർക്കും, ട്രസ്റ്റ് ഉണ്ടാകും, ബുക്കിംഗ് കൂടുകയും ചെയ്യും. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഇന്ന് ലക്ഷറി അല്ല, നെസസിറ്റി ആണ്. ഒരു ടൂറിസ്റ്റ് സെർച്ച് ചെയ്യുന്നു, മൂന്നാർ ഹോം സ്റ്റേ, നിങ്ങൾ ഗൂഗിളിൽ ഇല്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ജസ്റ്റ് മറ്റൊരാളുടെ ഹോം സ്റ്റേ അവിടെ കാണും, കോൾ ചെയ്യും, ബുക്കിംഗ് ചെയ്യും. നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുകയും ചെയ്യും. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഗൂഗിൾ സെർച്ച് വിസിബിലിറ്റി, ഗൂഗിൾ മാപ്പ് വിസിബിലിറ്റി, റിവ്യൂസ്, ഡയറക്റ്റ് കോൾസ്, വാട്സപ്പ് ലീഡ്സ്. ഇത് ഇന്ന് തന്നെ സെറ്റപ്പ് ചെയ്യണം. എയർ ബി എൻ ബിയിൽ പ്രോപ്പർട്ടി ആഡ് ചെയ്താൽ മാത്രം ബുക്കിംഗ് വരില്ല. ഗസ്റ്റ് നിങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം വേണം. മൗണ്ടൻ വ്യൂ, ഫാം എക്സ്പീരിയൻസ്, ഫാമിലി ഫ്രണ്ട്ലി ആണോ, പെറ്റ് ഫ്രണ്ട്ലി ആണോ, പ്രൈവറ്റ് ക്യാമ്പ് ഫെയർ ഉണ്ടോ, നിങ്ങളുടെ USP എന്താണ്? ഒരു വരിയിൽ പറയാൻ അവിടെ കഴിയണം. അതാണ് ബുക്കിംഗ് വർദ്ധിപ്പിക്കുന്നത്.
ബുക്കിംഗ് കുറയുമ്പോൾ പലരും ചെയ്യുന്ന തെറ്റാണ് പ്രൈസ് കുറയ്ക്കുക എന്നത്. 3000 എന്നുള്ളത് 2500 ആക്കും, 2500 2000 ആകും. പക്ഷേ ബുക്കിംഗ് വരുന്നില്ല. കാരണം ഗസ്റ്റ് ചീപ്പസ്റ്റ് ഓപ്ഷൻ അന്വേഷിക്കുന്നില്ല. വാല്യൂ അന്വേഷിക്കുന്നു. പ്രൊഫഷണൽ ഫോട്ടോസ് അന്വേഷിക്കുന്നു. റിവ്യൂസ്, ഗൂഗിൾ പ്രസൻസ്, ട്രസ്റ്റ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രൈസ് കൊടുത്താലും ഗസ്റ്റ് ബുക്കിംഗ് ചെയ്യും. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബുക്കിംഗ് പ്രോബ്ലം ലൊക്കേഷൻ പ്രോബ്ലം അല്ല, മാർക്കറ്റിംഗ് പ്രോബ്ലമാണ്, ട്രസ്റ്റ് പ്രോബ്ലമാണ്, വിസിബിലിറ്റി ഇല്ലായ്മയാണ്. നിങ്ങളുടെ ഹോം സ്റ്റേയിൽ ബുക്കിംഗ് വർദ്ധിപ്പിക്കണമെങ്കിൽ ആദ്യം ഫോട്ടോസ് ഇംപ്രൂവ് ചെയ്യുക, റിവ്യൂസ് കളക്ട് ചെയ്യുക, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യുക, എയർ ബി എൻ ബിയിൽ ലിസ്റ്റിംഗ് ഓപ്റ്റിമൈസ് ചെയ്യുക, കണ്ടന്റ് മാർക്കറ്റിംഗ് തുടങ്ങുക. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാനും കേരളത്തിലെ ഹോം സ്റ്റേ ഓണേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാനും കമൻറ്റിൽ ഗ്രൂപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.